അങ്ങനെ വന്ദേ ഭാരത് കറക്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ 6:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മുടെ അടുത്ത ട്രെയിൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കേരള എക്സ്പ്രസ് ആണ്. അത് ആക്ച്വലി 8 മണിക്കായിരുന്നു. എന്തൊക്കെയോ കാരണത്തിൽ അതിൻ്റെ ടൈമിംഗ് ഒക്കെ മാറ്റി 11 മണിക്കാക്കി. അത് തന്നെ നമ്മൾ 2 മണിക്കൂറിന് 3 മണിക്കൂറിന് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ലോഞ്ച് എക്സിക്യൂട്ടീവ് ലോഞ്ചിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ നമ്മൾ ലോഞ്ച് ടാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിന് മുന്നേ വന്ന് ട്രൈ ചെയ്തപ്പോഴത്തേന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ട്രൈ ചെയ്തപ്പോഴത്തേനും നമുക്ക് കിട്ടിയില്ല. അതിന് ഇപ്രാവശ്യം ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ പുതിയ ക്രെഡിറ്റ് കാർഡുമായിട്ട് നമ്മൾ ചെന്നു. അങ്ങനെ നമുക്ക് എന്തായാലും സക്സസ് ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം ആക്സ് ചെയ്യാൻ പറ്റി. വരുന്ന 4 രൂപ മാത്രം നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു 2 മണിക്കൂറിലേക്ക്. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. ഞാൻ ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ കയറുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഫുഡ് കിട്ടുന്നതെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. കുഴപ്പമില്ല, നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമിക്കും റിച്ചുവിനൊക്കെ ഇഷ്ടപ്പെട്ടു. മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നു റൈസ്, ചൗമി, പാസ്ത, പിന്നെ റൊട്ടി ഉണ്ടായിരുന്നു. റൊട്ടി ഒരു ചൂടോടെ തന്നെ നമ്മുടെ സീറ്റിൽ കൊണ്ടുപോയി സെർവ് ചെയ്തിരുന്നു. സബ്ജി ഐറ്റംസ് ആയിട്ട് ഉണ്ടായിരുന്നത് പനീർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദാൽ ഉണ്ടായിരുന്നു, പിന്നെ സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നത് പായസം പോലത്തെ ഒരു സംഭവമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് സൂപ്പായിരുന്നു. സൂപ്പിന് ആക്ച്വലി രസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട് സൂപ്പ് കുടിക്കാൻ വേണ്ടി നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ബാക്കി അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ട്രെയിനിന് 10 മണി ആവാറായപ്പോഴത്തേക്കും നമ്മുടെ 2 hours കംപ്ലീറ്റ് ആയി. നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ നടന്നു പോയി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം.